ഞാൻ മാർക്സിസത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് RSSകാരനാകുന്നത്. പിന്നെ ABVPയുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നയനാരുടെ ഈ കൊടിയ പീഡനങ്ങൾ അതിജീവിച്ച് കൂടുതൽ കരുത്തോട് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി മനസ്സിലായത്. MG റോഡിൽ കൂടെ ABVPക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്നൊക്കെ പിടിച്ചിറക്കി റോഡിലൂടെ വലിച്ചഴച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഇടി മുറിക്കകത്ത് കൊണ്ടിട്ട് ഇടിക്കുന്ന അങ്ങനെ എത്രയോ പ്രവർത്തകർ. കേരള ചരിത്രം കണ്ടിട്ടില്ലാത്തത്ര ക്രൂരമായിട്ടുള്ള ലാത്തിച്ചാർജ്. വീട് കഴിഞ്ഞാൽ അവിടെയിട്ട് അടിക്കാറില്ല കുട്ടികളെ. ഞങ്ങൾക്കൊക്കെ അന്ന് എത്ര 22 വയസ്സ് 24 വയസ്സല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് വനിതകൾ പെൺകുട്ടികളെ തലയിലടിച്ച് പൊട്ടിക്കുന്നു, അവർ മുദ്രാവാക്യം വിളിക്കുന്നു, ഒരാൾ വീഴുന്നതിന് അവിടെയിട്ട് അടിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റാൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന നേതാവ്, കേരളം കണ്ട ഐതിഹാസികമായ നിരവധി സമരങ്ങൾക്കും സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയതിലൂടെ കേരളത്തിന് പരിചിതനായ ശക്തമായ നേതൃത്വം. സംഘടന നൽകുന്ന ഏത് ഉത്തരവാദിത്വവും 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് സംഘടനയെ വിജയത്തിലേക്ക് നയിക്കാൻ അനവരതം പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പം ഉള്ളത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S. സുരേഷ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം, അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അപ്പോൾ ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തകനാകുക എന്നുള്ള, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനാകുക എന്നുള്ള ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? അതിൻ്റെ തുടക്കം എൻ്റെ ഇപ്പോഴത്തെ ബൂത്ത് പ്രസിഡൻ്റാണ്, ഒരു വേണുചേട്ടനുണ്ട്. വേണുചേട്ടൻ എൻ്റെ ശാഖയുടെ ശിക്ഷകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാൻ SLCക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ദിവസവും വന്ന് വീട്ടിൽ വിളിക്കും, ശാഖയിൽ വരാൻ വിളിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ CPM ആണ്. അച്ഛൻ വിടില്ല. അവസാനം എനിക്ക് തീരുമാനം എടുക്കാം. അച്ഛൻ അപ്പോൾ പറയുന്ന ന്യായം എന്ന് പറയുന്നത് പരീക്ഷയാണ്, SLC കഴിഞ്ഞിട്ട് എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്ന അതിൽ ഞാൻ പിടിച്ചിരുന്നു. അപ്പോൾ SSLC പരീക്ഷ കഴിഞ്ഞ് അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ദിവസം ഞാൻ വീട്ടിലെത്തുമ്പോൾ ഈ വേണുചേട്ടൻ വീട്ടിലിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞില്ലേ, ഇന്ന് ശാഖയിൽ വരണം അതെന്നോട് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. ആ വേണുചേട്ടൻ അതിന് ശേഷം പോലീസായി, റിട്ടയറായി വന്ന് ഞങ്ങളൊരു വലിയ സ്വീകരണമൊക്കെ കൊടുത്തു. എന്നിട്ട് അടുത്ത ദിവസത്തെ ബൂത്ത് കമ്മിറ്റി കൂടിയിട്ട് പുള്ളി എൻ്റെ ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ആൾ ഇന്ന് എൻ്റെ ബൂത്തിൻ്റെ പ്രസിഡൻറ്റും കൂടിയാണ്. അന്ന് ആ ഒരു അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് പോകാൻ സമ്മതിച്ചിരുന്നോ? അത് പിന്നെ ഞാൻ എൻ്റെ ഒരു തീരുമാനം എടുത്തു. ഞാനൊരു ധിക്കാരിയായി അന്ന്. അച്ഛനെ ധിക്കരിക്കുന്ന ഒരു അച്ഛൻ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ, നീ പരീക്ഷ കഴിഞ്ഞിട്ട് എന്താ നിൻ്റെ തോന്നിയവസാവട്ടെ എന്നെന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് മുതൽ ധിക്കാരിയായി. അച്ഛൻ എന്നോടൊപ്പം ഇങ്ങി പോകുന്നു കുറേ കാലം. ശരി. അപ്പോൾ ശാഖയിലായിട്ടുള്ളൊരു വരവ്, പിന്നെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ആദർശത്തിലേക്കൊക്കെ പഠിച്ചു വരുന്നൊരു സമയമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നത്? ഞാൻ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ തന്നെ ഞാൻ കുറച്ച് അത്യാവശ്യം വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ കിട്ടുന്ന പുസ്തകങ്ങളുമൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറൊക്കെ ആയിരുന്നു. അന്നൊന്നും രാഷ്ട്രീയമില്ല. ശേഷം 9ാം ക്ലാസ്സിലും ക്ലാസ് ലീഡറായിരുന്നു. 10ാം ക്ലാസ്സായപ്പോൾ പഠനമായി. അതിനുശേഷം അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും പോയില്ല. പക്ഷേ അതിനിടയിൽ ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള വായനാശീലം എനിക്കുണ്ടായിരുന്നു. അത് ഇതിനൊരു എന്താ പറയുക കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ അച്ഛൻ അവിടെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലേക്കായിരിക്കുമല്ലോ ആദ്യം ഒന്ന്. ഞാൻ മാർക്സിസത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് RSSകാരനാകുന്നത്. അത് നന്നായി. മാർക്സിസത്തെക്കുറിച്ച് പഠിച്ചു, എന്നിട്ട് RSSകാരനായ ആളാണ്. അപ്പോൾ എതിർ ആദർശം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് അതിൻ്റെ. ഞാൻ ABVP കാലഘട്ടത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഡിബേറ്റിനൊക്കെ പോകുമ്പോഴും
ഞാനൊരു മാർക്സിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം, അതിൻ്റെ അശാസ്ത്രീയത, അത് ഓരോ രാജ്യത്ത് എങ്ങനെ തകർന്നു, ഗ്ലാസ്നോസിസ്, പെരിസ്ട്രോയിക്ക, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ഓരോ നിലപാടുകൾ, ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ AVP കാലഘട്ടം മുഴുവൻ ഒരു കമ്മ്യൂണിസത്തെ സൈദ്ധാന്തികമായി വിമർശിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ പറയുന്ന, അപഗ്രഥിക്കുന്ന, അതിനെ ഖണ്ഡിക്കുന്ന ഒരാളായിട്ടാണ് പൊതുവെ AVP കാലഘട്ടത്തിലൊക്കെ എന്നെ നമ്മുടെ പ്രവർത്തകരും CPMകാരും കേട്ടിരുന്നത്. അപ്പോൾ എൻ്റെ രൂപവും ഭാവവും പോലും ഒരു നക്സൽ അല്ലെങ്കിൽ ഒരു DYFI, അക്കാലത്തെ DYFI ഉണ്ടല്ലോ, ഒരു സൈഡ് ഒരു തുണിസഞ്ചി, ഒരു ചെറിയ വെട്ടി ഒതുക്കപ്പെടാത്ത താടി, പിന്നെ ഈ കട്ടിയുള്ള ഡബിൾ സ്റ്റിച്ചുള്ള ഷർട്ട്, ഒരു ചാക്ക് പോലെയുള്ള ഷർട്ട്, ഇതൊക്കെയായിരുന്നു എൻ്റെ രൂപം AVP കാലഘട്ടത്തിൽ. അപ്പോൾ എന്നെ കാണുന്ന സമയത്ത് തന്നെ ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് തോന്നും. ഞാൻ പറയുന്നത് കമ്മ്യൂണിസത്തെ വിമർശിക്കുന്ന സ്വഭാവ പ്രകൃതമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ സമരങ്ങളിലും ഒരു തീവ്രമായ സമരരംഗത്തൊക്കെ നിൽക്കുന്ന സമയത്തും എന്നെ കുറിച്ചുള്ള ഒരു പൊതു അപ്രോച്ച്, ഇതിലായില്ലെങ്കിൽ ഒരു നക്സലൈറ്റ് ആയേനെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. AVP കാലഘട്ടത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ ഈ പ്രവർത്തകർക്ക് ആവേശം ഉണ്ടാക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. അതായത് ഈ പോലീസ് മർദ്ദനങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനിടയിലും ആവേശത്തോടെ ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവിൻ്റെ ചിത്രം, അതൊരു വലിയ ആവേശമായിട്ട് പ്രവർത്തകർക്കുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ എങ്ങനെ ഓർക്കുന്നു? അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സമ്പൂർണ്ണ പ്രതിബദ്ധത, അതിൽ വെള്ളം ചേർക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറായിട്ടില്ല. സിറ്റുവേഷൻസ് വന്നാലും അതിൽ വഴങ്ങിക്കൊടുക്കാത്ത ഒരു സ്വഭാവം കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 2000 ജൂലൈ 12 ഒരു വലിയ മാർച്ചുണ്ട്. ആ മാർച്ചിൽ നമ്മുടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, ഇന്ന് TP സിന്ധുപോൾ, അഞ്ജന, ആശ, BMSൻ്റെ നേതാവായിട്ടുള്ള ആശ, ഇവരെല്ലാം അന്ന് ഇവിടെ AVPയുടെ പ്രവർത്തകരായിരുന്നു. അന്ന് ഞാൻ AVPയുടെ സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ മാർച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഇങ്ങനെ അയ്യോ എന്ന് വിളിച്ചാലും അമ്മോ എന്ന് വിളിച്ചാലും വേദന വരുമ്പോൾ അയ്യോ എന്നും വിളിക്കാം, അമ്മോ എന്നും വിളിക്കാം. എന്തിനാ അത് വിളിക്കുന്നത്? ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാലും എന്തെങ്കിലും വിളിക്കണമെന്നല്ലേ ഉള്ളൂ. അതങ്ങ് ഭാരത് മാതാ കി ജയ് തന്നെ ആവട്ടെ. മനസ്സിലായില്ലേ? ഏതൊരു പോരാട്ട വീര്യത്തിലും നമ്മളുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു സംശയം വേണ്ട. അതിൽ നമ്മൾ ഒരു സംശയവും അത് അങ്ങനെ വേണോ എന്നൊരു തോന്നൽ ആവശ്യമില്ല. അങ്ങനെ തന്നെ പോട്ടെ, അത് ആവശ്യമാണ്. പ്രതിബദ്ധതയെ നമ്മളുടെ പ്രസ്ഥാനം നമ്മളുടെ പ്രസ്ഥാനം വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി അല്ലല്ലോ, മോണിറ്ററി ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസിഗ്നേഷനോ. ഇതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാവരും ഒരു ആദർശത്തിനോടുള്ള പ്രതിബദ്ധതയാണല്ലോ എല്ലാവരുടെയും മുമ്പിലുള്ള ഒരു വലിയ ലക്ഷ്യം. അപ്പോൾ ആ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ആ പ്രതിബദ്ധത രൂപപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ ഘടകങ്ങളോടും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അത് ജീവിതത്തിലാണെങ്കിലും മുദ്രാവാക്യത്തിലാണെങ്കിലും പ്രസംഗത്തിലാണെങ്കിലും ഒരു പ്രവൃത്തിയിലാണെങ്കിലും ഒരാളിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മളുടെ പ്രതിബദ്ധത, നമ്മുടെ ഇൻറ്റഗ്രിറ്റി, അത് പ്രകടിപ്പിക്കണം. അത് നമ്മുടെ ഒരു സംഘടനാ തലത്തിലുള്ള അഭിമാനവും സ്വാർത്ഥതയുമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ സമയത്തൊക്കെയുള്ള പൊതുവെ സംഘർഷങ്ങളുടെ ഒരു കാലമാണല്ലോ. അപ്പോൾ ഈ തിരുവനന്തപുരത്താണെങ്കിലും വിദ്യാർത്ഥി സംഘർഷങ്ങളും ഒക്കെ വ്യാപകമായിട്ടുള്ള കാലമാണ്. പ്രത്യേകിച്ചും ഭരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വാധീനങ്ങളോ ഒന്നുമില്ലാത്തൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു പ്രത്യേകിച്ചും AVP. അതേസമയം ഭരണമുള്ള അല്ലെങ്കിൽ ഭരണത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാൻ സാധിക്കുന്ന, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് സംഘടനകളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ കാലത്തെ നേരിട്ടത്? അതൊരു അസാധാരണമായിട്ടുള്ള ജീവിതത്തിൽ വലിയ വലിയ അനുഭവങ്ങൾ നൽകിയ, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കരുത്തു പകർന്ന അനുഭവങ്ങളാണ് തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയും കേരളത്തിൽ AVP പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിലൂടെയും കിട്ടിയിട്ടുള്ളത്. ഒന്ന്, സമരങ്ങൾ. ഏത് സർക്കാരിൻ്റെ ഏത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെ തട്ടിമാറ്റിക്കൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്
അത് ABVP കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു വാശിയും വൈരാഗ്യമായിരുന്നു. അത് നമ്മളുടെ സ്വഭാവത്തിന് വലിയൊരു ശക്തി കിട്ടിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മളെ എത്ര വലുതായാലും നമുക്ക് ശക്തി പകരുന്നത്. അപ്പോൾ കിട്ടുന്ന ഒരു അനുഭവങ്ങളാണല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംഘർഷങ്ങളുടെ അന്തരീക്ഷം എല്ലാ ക്യാമ്പസുകളിലും സംഘർഷമായിരുന്നു. തെരുവിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തിരുവനന്തപുരത്ത് MG റോഡിൽ കൂടെ ABVPക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബസ്സിൽ നിന്നൊക്കെ പിടിച്ചിറക്കി റോഡിലൂടെ വലിച്ചഴച്ച് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുറിക്കകത്ത് കൊണ്ടിട്ട് ഇടിക്കുന്ന അങ്ങനെ എത്രയോ പ്രവർത്തകർ, ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ എത്രയോ പ്രവർത്തകരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തെ അതിജീവിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. അവസാനം ABVP തിരുവനന്തപുരത്ത് സ്വയം പര്യാപ്തമായി. SFIയും ഒക്കെ ഉയർത്തുന്ന എല്ലാ ഭീഷണിയെയും നേരിടാൻ പറ്റുന്ന ഒരു ടീമായി ABVP തിരുവനന്തപുരത്ത് മാറി. MG കോളേജ്, മാർവാനീസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, അങ്ങനെ ആർട്സ് കോളേജ്, എല്ലായിടത്തും സംഘർഷമായിരുന്നു. അപ്പോൾ ആ സംഘർഷത്തിൽ ഞങ്ങൾക്ക് SFIക്കാരോട് ഈ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ SFIയുമായിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റാൽ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രതിരോധം സൃഷ്ടിച്ച് തന്നെ പോയി. അങ്ങനെ SFIയുടെ എല്ലാ കോട്ടകളിലും, ഈവൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉൾപ്പെടെ ABVP യൂണിറ്റ് ഞങ്ങൾ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പോരാട്ടമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ABVP യൂണിറ്റ് ആരംഭിക്കുന്ന സമയത്ത് നമ്മളുടെ ആ സമയത്തുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ സായുജ്യമായിട്ടാണ് കണ്ടത്. അത് സാധിച്ചല്ലോ നമുക്ക്. അങ്ങനെയുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാടിയിട്ടാണ് ABVP കാലഘട്ടത്തിൽ മുന്നേറിയത്. പിന്നെ എനിക്ക് വേറൊരു സന്തോഷം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിൽ പ്രസംഗിച്ചിട്ടുള്ള ഞങ്ങളുടെ ABVP BJP ഇന്നത്തെ ഈ ടീമിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിൽ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി ഞാൻ തന്നെ ആയിരിക്കും. കാരണം ആ ജൂലൈ 12-ൻ്റെ ഇതിന് ശേഷം, ലാത്തി ചാർജിന് ശേഷം ഞാനും അതോടൊപ്പം തന്നെ ഈ വനിതാ നേതാക്കന്മാരുമൊക്കെ കേരളത്തിൽ വലിയ പ്രശസ്തരായി. ABVP കാലഘട്ടത്തിൽ ഇത്രയും പ്രശസ്തി കിട്ടുന്ന വേറെ ആരും ഉണ്ടായിട്ടില്ല. പ്രശസ്തരായി. കാരണം ഏഷ്യാനെറ്റും സൂര്യയൊക്കെ അവർ ദൈനംദിനം ഇത് കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ABVP വനിതാ നേതാക്കന്മാർക്കും സുരേഷിനും ഒക്കെ അടി കിട്ടുന്നതും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഏഷ്യാനെറ്റിനോട് സൂര്യയുടെ നന്ദി. അന്ന് ഈ 2 ചാനലേ ഉള്ളൂ. അവർ ഇങ്ങനെ കാണിച്ച് ഭയങ്കര പ്രശസ്തരായിരുന്നു. ABVP ആദ്യമായിട്ട് മൾട്ടി കളർ വലിയ ഡബിൾ ഡമ്മി പോസ്റ്ററൊക്കെ പ്രിൻ്റ് ചെയ്തു, ഞങ്ങൾക്ക് അടി കിട്ടി കിടക്കുന്ന ചിത്രമൊക്കെ വെച്ചിട്ട്. അതൊക്കെ ABVPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ പൊതുസമൂഹത്തിലും ഞങ്ങൾ ഒരു വീരപരിവേഷമുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരായിട്ട് മാറി. അപ്പോൾ അതിനെ തുടർന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഴുവൻ ഞങ്ങളൊരു യാത്ര നടത്തി. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം 130ഓളം ക്യാമ്പസുകളിൽ ഒരു 2-2.5 മാസത്തെ ഒരു ഇതിനകത്ത് യാത്ര ചെയ്ത ആളാണ്. അതൊക്കെ വലിയ അനുഭവമാണ്. ഇത്രയും ക്യാമ്പസുകളിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിക്കാതെ അന്ന് SFIക്കാർക്ക് SFIയുടെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ABVPക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. തിരുവനന്തപുരം പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് നെഹ്റു കോളേജ് വരെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു. അതൊക്കെ വലിയ അനുഭവമാണ്. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ച ഒരു ശക്തിയാണ്. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം. കാരണം 16 വർഷത്തെ ABVP പ്രവർത്തനമാണ് എന്നെ ഞാനാക്കിയത്. അത് വളരെ അഭിമാനത്തോട് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരിതാണ്. ABVP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മുൻകാല പ്രവർത്തകർ പൊതുവെ പറയുന്നൊരു സമയത്ത് എല്ലാവരും എപ്പോഴും ഒരു ബന്ധം, ഒരു കെട്ടുറപ്പ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയാണല്ലോ, ഒരേപോലത്തെ ജീവിതമല്ലേ. ABVP ഓഫീസിലാണെങ്കിൽ ABVP ഓഫീസ്, ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മുകളിലൊക്കെ ഇരുന്ന് യാത്ര. ഒരു ദേശീയ സമ്മേളനത്തിന് പോയാൽ തറയിൽ കിടന്നുറങ്ങും. ഇത് അങ്ങനെ ജീവിക്കും. ഒരേ രീതിയിൽ, ഒരേ വേവ് ലെങ്തിൽ, ഒരേ സാഹചര്യങ്ങളിൽ, ഒരേ വികാരത്തോടുകൂടി, ഒരേ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു ടീമല്ലേ. ആ ടീമിൽ നിന്ന് കിട്ടുന്ന ശക്തി ചെറുതല്ലല്ലോ. അതുകൊണ്ട് ആ ബന്ധവും ഒരിക്കലും മാഞ്ഞു പോകുന്ന ബന്ധമല്ല. ആ ബന്ധം ഇപ്പോൾ ഈ സാഹചര്യത്തിലുണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, എനിക്ക് എൻ്റെ പ്രൊഫഷനുണ്ട്, എൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്.
അപ്പോൾ ഇതിലൊക്കെ ഓരോന്നും ഓരോ കമ്പാർട്ട്മെൻറ്റായി. അന്ന് ഒറ്റ ഒരു പ്ലാറ്റ്ഫോമിലാണ് AVPയുടെ ദേശീയ നേതാവ് മുതൽ യൂണിറ്റ് ഭാരവാഹികരുള്ളൊരു ഒരേ പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് ഒരേ വേവ് ലെങ്ത്, ഒരേ ആവേശം, ഒരേ ലക്ഷ്യം. അത് ഭയങ്കര അനുഭൂതിയാണ്. ഈ AVP കാലത്ത് ഉണ്ടായിരുന്ന പല അന്നത്തെ സഹപ്രവർത്തകർ ദേശീയ തലത്തിലൊക്കെ ഉള്ളവർ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്ന പലരും മന്ത്രിമാരോ അല്ലെങ്കിൽ പാർട്ടിയുടെയൊക്കെ ഉന്നത ചുമതലകളിലുണ്ട്. അവരുമായിട്ടൊക്കെയുള്ള ബന്ധം എങ്ങനെ? വളരെ നല്ല ബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന ആൾക്കാരുൾപ്പെടെയുള്ളവർ ഇപ്പോഴും നമ്മളെയൊക്കെ കണ്ടാൽ ഓർക്കുന്നത് അവരുടെ ഫോണിൽ അടിച്ചിട്ടേക്കുന്നത് പോലും സുരേഷ് AVP ട്രിവാൻഡ്രം എന്നാണ്. അങ്ങനെ 30 വർഷമായിട്ടൊക്കെ ഫോണിൽ സേവ് ചെയ്ത് വയ്ക്കുന്ന ആൾക്കാർ ഉണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാൻ ഇതിനിടയിൽ കുറച്ച് 2-3 വർഷം മുമ്പ് ധർമ്മേന്ദ്ര പ്രധാനെ കണ്ടു. ധർമ്മേന്ദ്ര പ്രധാൻ ആ സമയത്ത് ഞാനിവിടെ സ്റ്റേറ്റ് സെക്രട്ടറി ആകുമ്പോൾ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി മുരളിയേട്ടനോടൊപ്പമൊക്കെ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇപ്പോൾ BJPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. പക്ഷേ എനിക്ക് ഓർമ്മ AVPയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷിനായിരുന്നു. അത് ധർമ്മേന്ദ്ര പ്രധാൻ എന്നോട് നേരിട്ട്, ഞാൻ മാത്രമല്ല സുരേഷ് ഗോപിയും ഞാനും കൂടെയാണ് ധർമ്മേന്ദ്ര പ്രധാനെ കാണുന്നത്. അപ്പോൾ സുരേഷ് ഗോപി എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. I know he is the firebrand of Kerala. I remember him. He is the state secretary of AVP. ഇത് പറഞ്ഞിട്ട് അതൊക്കെയാണ് എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു വികാരം അത് എത്ര ഉയരത്തിലെത്തിയാലും അത് മാറില്ല. നേരത്തെ പറഞ്ഞ ആ ഒരു സമരം ലാത്തി ചാർജുമായി ബന്ധപ്പെട്ടുള്ളത്, അത് ഞാൻ പത്രത്തിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ അറിയുന്നത്. നമുക്ക് അന്ന് ആ ഫോട്ടോയുണ്ട്, അന്ന് തല പൊട്ടി ആ ഒരു ഫോട്ടോ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ ജൂലൈ 12 ഒരു ഐതിഹാസികമായൊരു സമരമായിരുന്നു AVPയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് അതിനെ ഇപ്പോഴൊന്ന് ഓർക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു കൺസിസ്റ്റൻ്റായിട്ടൊരു സമരം ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുന്ന ഒരു AVPയുടെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സമരം ആയിരുന്നു +2 സമരം. ഞങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് ആ സമരം തുടങ്ങി. ആ സമയത്തൊക്കെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നത് പഴയ ബീഹാറിലെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ തുടങ്ങിയ ലോക് സംഘർഷ സമിതിയിലേക്കൊക്കെ എത്തിയ ആ സമരത്തിനെ അനുസ്മരിച്ചു കൊണ്ടുള്ളൊരു സമരം. കാരണം +2 അഴിമതി വ്യാപകമായിരുന്നു. ആ അഴിമതിക്കെതിരായിട്ട് തിരുവനന്തപുരത്ത് കേരളത്തിൽ ഒരു സമരം ആരംഭിക്കുക. ആ സമരം ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ച് അത് ഓരോ യൂണിറ്റുകളിലൂടെ ഇങ്ങനെ പകർന്നു അത് അതിൻ്റെ മൂർധന്യത്തിൽ എത്തുന്ന ഒരു സമരം എന്ന നിലയിൽ രൂപകൽപ്പന ചെയ്തു. അത് വന്നിട്ട് സമരത്തിൻ്റെ തലേദിവസം ഈ ജൂലൈ 11-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ പ്രൊവോക്കേഷൻ അന്നായിരുന്നു. അന്ന് ഞങ്ങളൊരു പരസ്യ വിചാരണ നടത്തി. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നമ്മുടെ വനിതാ നേതാക്കന്മാർ നയനാരെ പരസ്യ വിചാരണ ചെയ്തു. ആ പരസ്യ വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു സിസ്റ്റം അവിടെ ഉണ്ടാക്കി. കൂട്, മറ്റേ പ്രതിക്കൂട്, വാദിക്കൂട്, വക്കീൽ, TP സിന്ധു ആയിരുന്നു ജഡ്ജിയായിരുന്നത്, അഞ്ജന ദേവി വക്കീലായിരുന്നു, ആശ മറ്റേ പ്രതിഭാഗത്തിൻ്റെ പ്രോസിക്യൂഷനായി, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ പൊതുവിചാരണ. ആ പൊതുവിചാരണയ്ക്ക് ശേഷം നയനാരെ നാട് കടത്താൻ വിധിക്കുക. അപ്പോൾ നയനാരെ നാട് കടത്താൻ വിധിക്കുമ്പോൾ ചെരുപ്പ് മാലയിട്ട് നയനാരെന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രദീപ്, അയാളിത് പോലീസുകാരനാണ്. ആ പ്രദീപ് നയനാരുടെ വേഷം കെട്ടി നയനാരായിട്ട് നിന്ന് അയാളെ ചെരുപ്പ് മാല ഇടിയിപ്പിച്ച് കയ്യിൽ ചങ്ങല കെട്ടി സെക്രട്ടേറിയറ്റ് മുതൽ ഗാന്ധി പാർക്ക് വരെ റോഡിലൂടെ കൊണ്ടുപോയി. അത് നയനാരെയും CPMനെയും അസാധാരണമായിട്ട് പ്രകോപിപ്പിച്ചു. ഈ സമരം, അതിലെ പോയിൻറ്റ്സ്, അതെല്ലാം പിറ്റേ ദിവസം ഈ വാദി ചോദിക്കുന്നത്, പ്രതി പറയുന്നത്, ഇതൊക്കെ ഇങ്ങനെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു. ആ ചോദ്യങ്ങൾ, ഓരോ തെളിവുകൾ സഹിതം ചോദ്യങ്ങൾ വരുന്നു, അത് അച്ചടിച്ചു വരുന്നു. നയനാരെ ഇങ്ങനെ ചങ്ങലയും ചെരുപ്പുമാലയിട്ട് കൊണ്ടുപോകുന്ന ഫോട്ടോസ് എല്ലാം പത്രങ്ങളിൽ വന്നു, ഈ ചാനലുകളിൽ അത് വന്നു. ഇതൊക്കെ കണ്ടപ്പോൾ CPM ആകെ പ്രൊവോക്കേറ്റഡായി. നയനാർ അസാധാരണമായിട്ടുള്ള
ദേഷ്യത്തിലായി എന്നൊക്കെ പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. ഇതൊക്കെ സംഭവിച്ചു. അപ്പോൾ ജൂലൈ 12-ന് വളരെ പർപ്പസ്ഫുള്ളായിട്ടാണ് അടിക്കുന്നത്. അത് ഈ കേരള ചരിത്രം കണ്ടിട്ടില്ലാത്ത അത്ര ക്രൂരമായിട്ടുള്ള ലാത്തിച്ചാർജ്. വീട് കഴിഞ്ഞാൽ അവിടെ ഇട്ട് അടിക്കാറില്ല കുട്ടികളെ. ഞങ്ങൾക്കൊക്കെ അന്ന് എത്ര 22 വയസ്സ് 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ വീണ് കഴിഞ്ഞാൽ അവിടെ ഇട്ട് വളഞ്ഞിട്ടടിക്കുക. അത് കഴിഞ്ഞ് വനിതകൾ പെൺകുട്ടികളെ തലയിലടിച്ച് പൊട്ടിക്കുന്നു, അവർ മുദ്രാവാക്യം വിളിക്കുന്നു. ഒരാൾ വീഴുന്ന ആളിനെ അവിടെ ഇട്ട് അടിക്കുന്നു. ആ വീഴുന്ന ആളിനെ എടുത്തുകൊണ്ട് പോകുന്ന വനിതകൾ, പെൺകുട്ടികൾ, അവരെ എടുത്തുകൊണ്ട് പോകുന്ന വഴിയിലിട്ടടിക്കുന്നു. അതിനുശേഷം ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിക്കുക, അവിടെ ഇട്ടടിക്കുന്നു. അടിച്ച് പൊട്ടിക്കുക. ഞങ്ങളുടെ ഒരു 10-60ഓളം പ്രവർത്തകരുടെ കൈ പൊട്ടി, തല പൊട്ടി, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം. എന്നിട്ട് പിരിഞ്ഞു പോയില്ല. അതൊക്കെ പൊട്ടിച്ചോ, നിങ്ങൾ എവിടെ വേണോ പൊട്ടിച്ചോ, നിങ്ങൾ ഏത് ജയിലിൽ വേണോ ഇട്ടോ, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, പക്ഷേ ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞ് ഏകദേശം 600ഓളം AVP പ്രവർത്തകരാണ് വന്നത്. അതിലൊരു 10-200 പേർ അതിശക്തമായിട്ട് പോരാട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ശ്രീ എസ് മനുവിന് മർദ്ദനമായിട്ടിരുന്നു. അഡ്വക്കേറ്റ് RV ശ്രീജിത്ത് എന്ന അദ്ദേഹം ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രമുഖ അഭിഭാഷകൻ, അദ്ദേഹത്തിന് മർദ്ദനമായിട്ടിരുന്നു. പിന്നെ അങ്ങനെ നിരവധി ആൾക്കാർ, ശ്രീ KR ഉമാകാന്തേട്ടൻ, അതിനുശേഷം BJPയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്നു. അന്ന് അദ്ദേഹം AVPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സമരത്തിനില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സമരത്തിനിടയിൽ വന്നിട്ട് ഈ എല്ലാവരും വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഓഫീസിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം വന്നിട്ട് ഈ വീണ് കിടക്കുന്നവരെ പിടിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിനും കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമാനതകളില്ലാത്ത പോലീസ് അതിക്രമം, അതാണ് ഞങ്ങൾ ഏറ്റുവാങ്ങിയത്. പക്ഷേ ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് AVP ഒരു വലിയ സംഭവമായിട്ട്, AVPക്ക് ഇതും സാധിക്കും, ഇത്രയും ഭരണകൂട പീഡനങ്ങൾ ഏറ്റുവാങ്ങിയാലും AVPക്ക് അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ശക്തി ലഭിച്ചത് ആ ആക്രമണത്തിൽ. അതിന് ഞങ്ങൾക്ക് നയനാരോട് നന്ദിയുണ്ട്. കാരണം AVPയുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് നയനാരുടെ ഈ കൊടിയ പീഡനങ്ങൾ അതിജീവിച്ച് കൂടുതൽ കരുത്തോട് മുന്നോട്ട് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി മനസ്സിലായത്. അതിനുശേഷം AVP 95 മുതൽ 2002 വരെയുള്ള AVP, അല്ലെങ്കിൽ അതിനുശേഷമുള്ള AVP എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലായിരുന്നു. ക്യാമ്പസുകളിൽ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ AVPക്ക് ജയിക്കാൻ പറ്റി. അതിനുശേഷം തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ 16 കൗൺസിലർമാർ AVPക്ക് ലഭിച്ചു. കോഴിക്കോട് സർവകലാശാലയിൽ സെനറ്റ് മെമ്പർമാർ ജയിച്ചു, കൗൺസിലർമാർ ജയിച്ചു. MG യൂണിവേഴ്സിറ്റി കൗൺസിലർമാർ ജയിച്ചു. നിരവധി കോളേജ് യൂണിയനുകൾ AVP ഭരിച്ചു. AVP ഒരു ചടുലമായ, എന്തും അതിജീവിക്കാൻ ശേഷിയുള്ള, KSUനോ SFIക്കോ ഇല്ലാത്ത കരുത്ത് ഉള്ള കേരളത്തിലൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് AVP മാറി. അതാണ് അതിൽ നിന്ന് കിട്ടിയ ഒരു സ്വയം തിരിച്ചറിവ്, അതാണ്.